രണ്ടു വർഷം മുൻപ്, അതായത് ഈ പ്രാൺ പ്രതിഷ്ഠയുടെ സമയത്ത് ന്യൂസ് 18-ലൂടെ ഈ അതിന്റെ വിശേഷങ്ങൾ കണ്ട നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഈ കടയും മറക്കാനാവില്ല. കാരണം ഇത് രാംലല്ല കാ പാൻ കാ ദുഖാൻ എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ അതിനെ കൊടുത്തിരുന്നു. ഇപ്പോൾ അയോധ്യയിൽ എന്ത് തരത്തിലുള്ള പുരോഗതി ഉണ്ടായോ അതിന്റെ പ്രതിഫലനം ഈ ഷോപ്പിലുമുണ്ട്. ഇതിപ്പോൾ പുതിയൊരു കടയായിരിക്കുന്നു, ഒരുപാട് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മറ്റൊരു സ്ഥാപനം ഇതിനപ്പുറത്ത് തന്നെ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ലഡു പ്രസാദം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനവും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അയോധ്യയിലെ പുരോഗതി രാംലല്ലയുടെ പ്രസാദമായ പാൻ വിൽക്കുന്ന ഷോപ്പിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൈസേ ഭായ് സാബ്, ദോ സാൽ കെ പഹലെ മിലായോ? जय श्री राम। 2 साल पहले आप जब आए थे तब प्राण प्रतिष्ठा का कार्यक्रम चल रहा था, और इस समय जब आए हुए तो ध्वजारोहण का कार्यक्रम चलने वाला है। दुकान बड़ा हो गया? जी सर, सब राम जी की इच्छा है। सब खुशी है, क्या बात है? जी बढ़िया, सब बढ़िया। तो ये दुकान बड़ा हो गया, आपका पान के लिए भी थोड़ा स्पेशलिटीज हो गया ना? जी सर। क्या क्या बना के दिखा दो, क्या क्या हो गया है? जो रामलला का भोग जाता है, अभी मैं मंदिर से ही लौट के आया हूँ भोग पहुँचा के। कल का कार्यक्रम बहुत खास है, तो कल के प्रोग्राम के लिए अभी रिहर्सल होना है वहाँ पे। तो हमने कल के लिए बहुत पान जाता है, कितना पान देता है? अभी जो डेली रूटीन में जाता है रामलला को 101 पान का बीड़ा जाता है नीचे, और राम दरबार में 51 पान का बीड़ा जाता है, जो 12 बजे भगवान को भोग लगता है, राजभोग लगता है। अच्छा, बिना के दिखा दो, कोई नया वाला स्पेशलिटीज होगा वो हमको दिखा दो। ये दो साल में कोई डिफरेंस होगा ना? रामलला को बाल अवस्था में है तो उनको मीठा पान ही जाता है। मीठा पान, हाँ जी, मीठा पान चाहिए। ये रामलला का प्रसाद क्यों बोला इसको? रामलला का प्रसाद इसलिए कि पान के ये प्रसाद चढ़ता है, उसी पान से ये अपना प्रसाद बांटते हैं। तो सबको भोग लगाते हैं, बट पैसे लेते हैं। दो साल से ये दुकान है, बहुत प्राचीन दुकान है। जब से मंदिर का निर्माण हुआ तब से ये अपना प्रसाद बांट रहे हैं। ये पान को प्रसाद समझता है, पान प्रसाद में चढ़ता है ना, उसी का ये भी प्रसाद बांटते हैं। അതായത് മീഠാപ്പാൻ, അതായത് രാംലല്ലയ്ക്ക് ഇവിടെ നിന്ന് ദിവസവും ഒരു 101 പാനുകൾ എത്തിക്കാറുണ്ട്. രാംലല്ലയ്ക്ക് പാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 10-80 വർഷമായി ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ മുതൽ, അപ്പുപ്പൻ മുതൽ അച്ഛൻ, പിന്നീട് ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് രാംലല്ലയുടെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അങ്ങോട്ടേക്കൊക്കെയുള്ള പാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പ് കൂടിയാണ് ഇത്. എല്ലാ ദിവസവും 101 പാനുകൾ വളരെ കൃത്യമായി രാംലല്ലയ്ക്ക് ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് പരമ്പരാഗതമായി അവർക്ക് ലഭിക്കുന്ന ഒരു അവകാശം കൂടിയാണ്. അതിപ്പോൾ വളരെ മനോഹരമായി ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ കൂട്ടുകളൊക്കെ ഒന്ന് കാണുക. മീഠാപ്പാനാണ് കേട്ടോ, മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ലഹരിയുള്ള പാനൊന്നുമല്ല, മധുരമുള്ള. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും കാണില്ല, അവിടെയും മീഠാപ്പാൻ ഉണ്ടാകും. മീഠാപ്പാൻ നിർമ്മിച്ച് നമുക്ക് കൂടി ഒന്ന് രുചിക്കാൻ വേണ്ടി തരികയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം ഏറ്റവും മനോഹരമായി ബിസിനസ് നടത്തുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു ഷോപ്പ് കൂടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രാംലല്ലയുടെ അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ഒട്ടും സംശയമില്ല. കാരണം തന്റെ പിതാക്കന്മാർ, തന്റെ കാരണവർമ്മ തുടങ്ങിയ ഒരു ഷോപ്പ് അത് കുറച്ചുകൂടി ഭംഗിയോടുകൂടി നടത്തുന്നു. हमारे यहाँ अयोध्या के प्रमुख मंदिरों के लिए पान का भोग प्रसाद तैयार किया जाता है। ये हमारा राम मंदिर में भी जाता है भोग प्रसाद, कनक भवन हो गया, दशरथ महल हो गया, फिर हनुमान जी हमारे हैं, इनके यहाँ हमारे यहाँ से ही भोग प्रसाद जाता है। ये क्या लिख रहा है? ये लिख रहा है श्री रामलला भोग प्रसाद, हमारे यहाँ अयोध्या के प्रमुख मंदिरों के लिए पान का भोग तैयार किया जाता है। ये क्या है भैया? गुलकंद। गुलकंद वो क्या? ये गुलाब की पंखुड़ी का बनता है गुलकंद। गुलकंद, इसमें शुगर होता है और गुलाब होता है। गुलाब होता जी। है। और मीठे के लिए मीठा पान जो रामलला को हम देते हैं वही आपको सेम दे रहे हैं। സെയിം देता है. ഓ, अच्छा. ഓക്കെ. അത് രാംലല്ലയ്ക്ക് കൊടുക്കുന്ന അതേ പാൻ തന്നെയാണ് കേട്ടോ നമുക്കും തരുന്നത്. അത് കുറച്ച് നല്ല മധുരമൊക്കെ ചേർത്ത് മനോഹരമായി തന്നെ നിർമ്മിച്ചാണ് നമുക്ക് തരുന്നത്. ഇവിടെ ഇത് കഴിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തും. പ്രസാദമായതുകൊണ്ട് തന്നെ അതിന്റെ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. और क्या इसमें कितना इंग्रेडिएंट्स होगा? रामलला की अवस्था 5 वर्ष की है, तो उनको बाल अवस्था में हमने स्वीट पान उनको खिलाते हैं। ठीक है, इसमें लौंग रहता है, इलायची रहता है, सौंफ रहता है, गरी रहता है। ठीक है, मीठे सौंफ होता है, करौंदा होता है। ये तो हो गया जी, अभी और है। ഒരുപാട് വിഭവങ്ങൾ ചേർന്ന ഒന്നുകൂടിയാണ് ഈ പാൻ. കൂടി ഓർക്കണം. ദാ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും അല്ല ഇത്രയധികം വിഭവങ്ങൾ. क्लोव, लौंग, इलायची हो गया। ओके. वो बनाकर
देता है അത് എന്തായാലും അല്പസമയം എടുത്ത് തയ്യാറാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനിയിപ്പോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതില്. നമുക്ക് ഇതിന്റെയൊക്കെ പേര് ഓക്കെ ശരി ശരി. അതപ്പോ നമുക്ക് जी सर ഓക്കെ 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 ഓ ഇതിങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം. उसको रखना नहीं है सर, आपको दे दे जी बाबा. നോക്കൂ അടിപൊളി. ഇതാണ് രാംലല്ല പാൻ. രാംലല്ലയുടെ പാനാണ്. അപ്പോൾ നമുക്കിത് അന്ന് കഴിച്ചതുപോലെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. ऐसा ही खाता है ना भैया? സൂപ്പർ, നല്ല മധുരം.